പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിക്ക് പുതിയൊരു ക്യാബിൻ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ക്രിഷ്. ഇതിന് പിന്നിൽ വ്യക്തമായ പ്ലാനിംഗ് ക്രിഷിനുണ്ടായിരുന്നു. കൺമണിയാകെ ഞെട്ടിപ്പോവുകയും സീനിയർ ഡിസൈനറിന്റെ പോസ്റ്റ് കിട്ടിയതിനെ തുടർന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് നിനക്ക് ലഭിക്കേണ്ട പോസ്റ്റ് തന്നെയാണ്, അത് ഞാനിപ്പോൾ തരുന്നു എന്ന് മാത്രം. കൺമണി തന്നെയാണ് ഈ പോസ്റ്റിന് അർഹതയുള്ള ആൾ, അല്ലാതെ വെറുതെ തരുന്നതൊന്നുമല്ല ഈ പോസ്റ്റ്. മനസ്സിലായോ കൺമണി? മാത്രവുമല്ല, കൺമണി ക്യാബിനുള്ളിലായതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രൈവസിയും ലഭിക്കും. അയ്യടാ, ആ മനസ്സിലിരിപ്പ് അവിടെ തന്നെ ഇരുന്നാൽ മതി. അല്ലാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാനാണ് ഇവിടേക്ക് വരുന്നത് എങ്കിൽ വിവരമറിയും. ഉവ്വ, അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് കൺമണിയെ ഉമ്മ ശ്രമിക്കുകയാണ് ക്രിഷ്. ഇതിനിടയിലാണ് അവിടേക്ക് മാനസ കയറി വരുന്നത്. ക്രിഷ്, നീ എന്തായി കാണിക്കുന്നേ? ക്യാബിൻ അവൾക്ക് എന്തിനാ കൊടുക്കുന്നത്? മാത്രവുമല്ല സീനിയർ ഡിസൈനർ ആയിട്ട് അവളോ? അതൊന്നും ശരിയല്ല. ഇങ്ങനെ കൊടുക്കാൻ MD-യുടെ ചുമതല നീയാണോ വഹിക്കുന്നത്? ഞാൻ തന്നെയാണ് അത് വഹിക്കുന്നത്, മനസ്സിലായോ? ഞാൻ തീരുമാനിക്കും ആര് എവിടെയൊക്കെ ഇരിക്കണമെന്ന്. നീ എന്തായാലും ആ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ വരണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതോടെ കൺമണിയുടെ മുൻപിൽ വെച്ച് നാണം കെട്ടിരിക്കുകയാണ് ഇപ്പോൾ മാനസ തിരിച്ചടിക്കാനുള്ള തീരുമാനം ഇതോടെ എടുക്കുകയും മുന്നിലേക്ക് വരികയും ചെയ്തിരിക്കുകയാണ്. ഇനിയും വെറുതെ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഇതിന് നല്ലൊരു തിരിച്ചടി തന്നെ കൊടുത്താലേ ശരിയാകുകയുള്ളൂ. ഇതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ഇതേ തുടർന്ന് ആരംഭിക്കുകയാണ് മാനസ. ഉടൻ തന്നെ ആൻറ്റിയമ്മയെ ഫോൺ ചെയ്യുകയാണ് മാനസ. ആൻറ്റിയമ്മ, കാര്യങ്ങളൊക്കെ വല്ലതും അറിയുന്നുണ്ടോ? എന്താ മാനസ മോളെ, എന്തു പറ്റി? ഈ ഓഫീസ് ഒരു പ്രണയാലയമാക്കി മാറ്റാനുള്ള പരിപാടിയാ രണ്ടുപേരും. അവിടെ എന്താ സംഭവിച്ചത്? ഒന്നും പറയണ്ട. ഇപ്പോൾ കൺമണിക്ക് സ്വന്തമായി ഒരു ക്യാബിനും അതുപോലെ തന്നെ ഇപ്പോൾ പ്രൊമോഷനും കൊടുത്തിരിക്കുകയാണ് ക്രിഷ്. സീനിയർ ഡിസൈനറായിട്ട്. എന്ത്? സീനിയർ ഡിസൈനറായിട്ടോ? ക്യാബിനോ? ഇതൊന്നും നമ്മളോട് പറഞ്ഞില്ലല്ലോ. ഇത് ഞാൻ അവനോട് ചോദിച്ചതാ. അപ്പോൾ എന്നോട് ഇടപെടണ്ട എന്ന് പറഞ്ഞു. ഇവിടെ രണ്ടാളും കൂടി ഇപ്പോൾ പ്രണയസല്ലാപം ആരംഭിക്കാനുള്ള പരിപാടിയാ. ആൻറ്റിയമ്മ, കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉടൻ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മോളെ, നീ ധൈര്യമായിരിക്കെ, ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. ആൻറ്റിയമ്മ കൂടെയുണ്ട് എന്നുള്ള കാര്യം അറിയാമല്ലോ. ആൻറ്റിയമ്മ ഈ പ്രശ്നം ഡീൽ ചെയ്തോളാം. ഞാൻ എന്തായാലും സാഗറിനെ ഒന്ന് കാണുന്നുണ്ട്. ഇതോടെ ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യാം. എന്താ? ശരി ആൻറ്റിയമ്മ, അങ്ങനെയാകട്ടെ. ഇതേ തുടർന്ന് ആൻറ്റിയമ്മ പുതിയ കരുക്കൾ നീക്കുകയാണ്. ആൻറ്റിയമ്മ സാഗറിനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറയുന്നു. കൺമണിക്ക് കൃഷി പ്രൊമോഷൻ കൊടുത്തത് അറിഞ്ഞായിരുന്നോ? നീ ഇല്ലാത്ത സമയത്ത് എന്തൊക്കെയാ കൃഷി കാണിച്ചു കൂട്ടുന്നത്? ഇത് ചോദിക്കുക തന്നെ വേണം. ഓ, അങ്ങനെയൊക്കെ സംഭവിച്ചോ? പക്ഷേ അത് കൺമണിക്ക് അർഹതപ്പെട്ടത് തന്നെയാണ്. ആ കുട്ടി അത്രയധികം ജോലി ചെയ്യുന്നുണ്ട്. കമ്പനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ഇപ്പോൾ അവൾ. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ആ സ്ഥാനം കൊടുത്തത് തെറ്റു പറയാൻ സാധിക്കുകയില്ല. ഞാൻ എന്തായാലും കൃഷിനെ വിളിച്ചൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുകയാണ് കൃഷിനെ. ഇതോടെ കൃഷ് അറിഞ്ഞത് സത്യം തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നു. കൺമണിക്ക് അർഹതപ്പെട്ടതല്ലേ അച്ഛാ, അതല്ലേ അവൾക്ക് കൊടുത്തത്. നമ്മൾ കാണിച്ചത് ശരിയല്ലേ? കൃഷിന്റെ ചോദ്യങ്ങൾ കേട്ടതിനെ തുടർന്ന് ഒടുവിൽ അത് ശരിയാണ് എന്ന് സമ്മതിക്കുന്നതിന് സാഗർ തയ്യാറാകുന്നു. ഇത് ആൻറ്റിയമ്മയുടെയും മാനസയുടെയും പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.